കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നൊരു വലിയൊരു മാറ്റം മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവർ പഠിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ചും ഹൈസ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലേക്കൊക്കെ ആകുമ്പോഴേക്കും അവരുടെ ഭാവി ജീവിതത്തിൽ ആരെയാണ് വേണ്ടതെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിക്കഴിയുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കലും ധ്യാനം നടക്കുമ്പോൾ 7, 8, 9 ക്ലാസ്സിലെ കുട്ടികളുടെ ധ്യാനം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അതിൽ ഒരു കുട്ടി എന്നോട് പറയുകയാണ്, അച്ഛാ, ഞാൻ 1ാം ക്ലാസ് മുതൽ എൻ്റെ ഉള്ളംകൈയിൽ കൊണ്ട് നടന്നതാണ് ആ കുട്ടിയെ. ഇവൻ എക്ലയർ കൊടുത്ത് എൻ്റെ കുട്ടിയെ അടിച്ചു മാറ്റി അച്ഛാ. അതായത് 2 പേരും ഈ ആൺകുട്ടികൾ സുഹൃത്തുക്കളാണ്. അതിലൊരു കുട്ടി 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ആ കുട്ടിയെ പ്രണയിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഇഷ്ടപ്പെട്ടോ സ്നേഹിക്കുകയോ എന്ത് ചെയ്തു. എന്നിട്ട് ഒരു പരിഭവം എന്നോണം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ കൂട്ടുകാരൻ എക്ലെയർ കൊടുത്ത് അവളെ അടിച്ചു മാറ്റി. ആ വാക്കാണ്, അടിച്ചു മാറ്റി. ഇതൊരു ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് കാണേണ്ട. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന മക്കളുടെ മനസ്സുകളിൽ, എല്ലാവരുടെയുമല്ല എങ്കിലും ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഹോർമോൺ ചേഞ്ച് ഒരു പ്രധാന ഘടകമാണ്. അതുമാത്രമല്ല, നമ്മുടെ വീടുകളിൽ കാണുന്ന സിനിമ, അതുപോലെ തന്നെ പാട്ട്, ഡാൻസ്, റീൽസ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയുകയാണ്, ഞങ്ങൾ 10ാം ക്ലാസ്സുകാരെ ഇങ്ങനെ വാ നോക്കി നിൽക്കും. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ വാ നോക്കി നിൽക്കും. ആ വാക്കാണ് അവർ പറയുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുണ്ട് എന്നല്ല അച്ഛൻ പറയുന്നത്. എന്താണ് ഇതിന് കാരണം? നമ്മുടെ ഈ സംസ്കാരത്തിൽ നമ്മുടെ മക്കളെ കരുതലോടെ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം വിളിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ മക്കളുടെ കാവലായി നിൽക്കണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു 2 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സോ പ്രായമാകുന്ന ഒരു അവസരത്തിൽ, കൃത്യമായി ഓർക്കുന്നില്ല, 2 അല്ലെങ്കിൽ 3 വയസ്സ്, ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഇവിടുത്തെ ഒരു ശുശ്രൂഷകനുമായി ഞാൻ ചെല്ലുകയാണ്. അവർ ഒരു യൂറോപ്യൻ രാജ്യത്തെ ഒരു കുട്ടിയാണ്. അവരുടെ അമ്മയും അമ്മാമയും ഒക്കെ യൂറോപ്യൻസാണ്. ആ കുട്ടി 40ഓളം വിശുദ്ധരുടെ പേര് ഓരോ ചിത്രങ്ങളെടുത്ത് പറയുകയാണ്. മനസ്സിലാക്കുന്നത് 2 വയസ്സെന്നാണ്. അപ്പോൾ എൻ്റെ കൈവശം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ ചിത്രം എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു, യോസഫ്. അത് ആ കുട്ടിയെ ഒരു അമ്മൂമ്മയും അമ്മയും അപ്പനും വളർത്തി കൊണ്ടുവരുന്നതിൻ്റെ പ്രകടമായ ലക്ഷണമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഉത്തമ ഗീതത്തിലെ ഒരു വാക്ക് വളരെ ചിന്തിക്കേണ്ടതാണ്. ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറു കലുമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. എന്താണ് ഇവിടെ വചനം പറയുന്നത്? സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുത്, ഇളക്കി വിടരുത്. ഒരു കുട്ടികൾ 7ാം ക്ലാസ്സിൽ സ്നേഹിച്ചു തുടങ്ങുന്നു. അവരുടെ മനസ്സിലൊരു സ്വപ്നം ഇതാണ്, ആ കുട്ടിയുമായി ഭാവിയിൽ ജീവിക്കണം. കുറെ കഴിയുമ്പോൾ അവരത് പിണങ്ങുന്നു. ഇപ്പോൾ പുതിയൊരു വാക്കാണ് തേച്ചു മാറിയെന്ന്. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ, അങ്ങനെ ഒരു പാട്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മക്കളെ സ്നേഹത്തോടെ, അതിനേക്കാളുപരി പ്രാർത്ഥനാപൂർവം, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ,
വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മൾ അവരെ സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് മാതാപിതാക്കൾ. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതവർ തുറന്നു പറയാൻ മാതാപിതാക്കൾ സമയം കൊടുക്കണം. അവരോട് സംസാരിക്കണം, അവരുടെ കൂടെ ഇടപഴകണം. ആ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ അഭേദ്യമായ സ്നേഹത്തിലുണ്ടായിരിക്കണം. ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എന്നോട് പറഞ്ഞു, 3 മാസം കേരളത്തിലെ മുഴുവനും ഹോസ്പിറ്റലുകളിൽ എൻ്റെ മകനെ കൊണ്ടുപോയിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എല്ലാ ദിവസവും വയറുവേദനയായി വീട്ടിലേക്ക് വരുന്നു. അവനെ കാണിക്കാത്ത ഒരു ഹോസ്പിറ്റലുകളുമില്ല. 3 മാസമായിട്ടും ഈ കുട്ടിയുടെ വയറുവേദന മാറുന്നില്ല. ഡോക്ടർമാർക്ക് മരുന്ന് കണ്ടുപിടിക്കാനല്ല പ്രശ്നം, രോഗമില്ല കൊച്ചിന്. അങ്ങനെ അമ്മ ആ കൊച്ചിൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മോനെ എന്താണ് നിൻ്റെ പ്രശ്നം? അപ്പോഴാണ് ആ കുട്ടി ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള 1ാം ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടി ബാത്റൂമിൽ കൊണ്ടുപോയി ഒരു മോശമായൊരു കാര്യം ചെയ്യിക്കുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ വളരെ സൂക്ഷിച്ച്, വളരെ കൃപയിൽ, വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ അത് സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളാണ്. സൂക്ഷിക്കാനേറ്റ ധനം തിരിച്ചു കൊടുത്ത പോലെ മനം തെളിഞ്ഞു എന്ന് ഒരു കവിതയിൽ പറയുന്നു. സത്യത്തിൽ മാതാപിതാക്കൾ കാവലായിരിക്കണം നമ്മുടെ മക്കൾക്ക്. ഈ കാലഘട്ടം നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും കാവലാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ കാലഘട്ടത്തിൽ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അഭിഷേകം, ഒരു അനുഗ്രഹം ലഭിക്കുവാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് അതിന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളുണ്ടെങ്കിലും കാണാതെ പോയെങ്കിൽ തിരുവെളിച്ചം നിനക്കു നഷ്ടമല്ലോ. കണ്ണുകളുണ്ടെങ്കിലും കാണാതെ പോയെങ്കിൽ തിരുവെളിച്ചം നിനക്കു നഷ്ടമല്ലോ. കാതുകളുണ്ടെങ്കിലും കേൾക്കാതെ പോയെങ്കിൽ, കാതുകളുണ്ടെങ്കിലും കേൾക്കാതെ പോയെങ്കിൽ ദൈവസ്വരം നിനക്കു നഷ്ടമല്ലോ. ഉള്ളിൻ്റെ ഉള്ളൊന്നു തള്ളിത്തുറക്കുക, ഹൃദയം കൊണ്ടിത്തിരി ദയ കാട്ടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പരിശുദ്ധ പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.